The coordinate of the points A and B are 3, 2 and 8, 7. Find the coordinate of the point P on AB with AP is to PB equal to 2 is to 3. The point Q on AB with AQ is to QB 3 is to 2. അതായത് എ ബി എന്നീ ബിന്ദുക്കളുടെ സൂചകസംഖ്യകൾ 3, 2, 8, 7 എന്നിവയാണ്. എ ബി എന്ന വരയിൽ എ പി ഈസ് ടു പി ബി 2:3 ആകുന്ന പി എന്ന ബിന്ദുവിന്റെ സൂചകസംഖ്യകൾ കണക്കാക്കുക. അതേപോലെ തന്നെ എ ക്യു ഈസ് ടു ക്യൂ ബി 3:2 ആകുന്ന ക്യൂ എന്ന ബിന്ദുവിന്റെ സൂചകസംഖ്യകൾ കണക്കാക്കുക. അതായത് എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട്, 3, 2. അതേപോലെ ബി എന്ന് പറയുന്ന പോയിന്റ് 8, 7. ഈ രണ്ട് പോയിന്റുകൾ യോജിപ്പിക്കുന്ന ലൈനിനെ പി എന്നൊരു പോയിന്റ് 2:3 അഥവാ 2:3 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ പിയുടെ സൂചകസംഖ്യകളെ കാണണം. അതാണ് നമ്മളുടെ ഒന്നാമത്തെ ചോദ്യം. അപ്പൊ എ പി ഈസ് ടു പി ബി എന്ന് പറയുന്നത് 2:3 തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിയുടെ എക്സ് സൂചകസംഖ്യ കാണാനും വൈ സൂചകസംഖ്യ കാണാനും നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് എക്സ് കാണാനുള്ള ഇക്വേഷൻ? എക്സ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ റേഷ്യോ വന്നിട്ടുണ്ട് m1:m2. റേഷ്യോനെ ഞാൻ m1:m2 എന്ന് എടുത്തു, 2:3. ഓക്കെ, എക്സ് ഈക്വൽ ടു x1/p/w into x2 minus x1. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m1-നെയാണ് നമ്മൾ പി ആയിട്ട് എടുക്കുക. എവിടെ m1-നെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? പി ആയിട്ട് എടുക്കുക. അപ്പൊ നമ്മളുടെ പി എന്ന് പറയുന്നത് 2 ആണ്. W എന്ന് പറഞ്ഞാൽ m1 plus m2 ആണ് W. അഥവാ ഈ രണ്ട് റേഷ്യോകൾ കൂട്ടുന്നതിന് തുല്യമാണ് W. x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ സൂചകസംഖ്യ, x2 എന്ന് പറഞ്ഞാൽ ബിയുടെ സൂചകസംഖ്യ. ഇനി ഇതിൽ അപ്ലൈ ചെയ്യാലോ. അപ്പൊ x1 എത്രയാണ്? 3 ആണ്. പി എത്രയാണ്? 2 ആണ്. W എത്രയാണ്? 2ഉം 3ഉം കൂട്ടിയാൽ 5 കിട്ടും. x2 എത്രയാണ്? 8 ആണ്. x1 എത്രയാണ്? 3 ആണ്. വാല്യൂ കൊടുത്തു. അപ്പൊ 3 + 2/5 into 8 - 3. ആദ്യം 8 - 3 ചെയ്യുക. 8 - 3 പോയാൽ 5 കിട്ടും. ഈ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. 3നോട് കൂടി 2/5 കൂട്ടി വെക്കരുത്, ആദ്യം ഗുണിക്കണം. അപ്പൊ ഈ 5ഉം ഈ 5ഉം എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ബാക്കി 3 + 2 5 എന്ന് കിട്ടും. അപ്പൊ എക്സ് കിട്ടിയ എത്രയാ? 5. ഇനി ഇതേപോലെ y കാണണം. y കാണാൻ ഇക്വേഷൻ y = y1 + p/w into y2 - y1. y1 എത്രയാണ്? 2 ആണ്. y2 എത്രയാണ്? 7 ആണ്. p എത്രയാണ്? 2 ആണ്. w എത്രയാണ്? 5 ആണ്. കൊടുക്കുക. 2 + 2/5 into 7 - 2. 7 2 പോയാൽ 5 കിട്ടും. ഇവിടെയുള്ള 5ഉം ഈ 5ഉം കട്ടായി പോവും. 2 + 2 4. അപ്പൊ x 5 കിട്ടി, y 4 കിട്ടി. അപ്പൊ സൂചകസംഖ്യ എങ്ങനെ എഴുതാം? 5, 4. ഇനി രണ്ടാമത്തെ ചോദ്യം റേഷ്യോ ഒന്ന് മാറ്റി പിടിച്ചു. അഥവാ AQ is to QB 3:2 ആണ്. അപ്പൊ പിയുടെ വാല്യൂ 3 വരും. ഓക്കെ, പിയുടെ സ്ഥാനത്ത് 3 വരും. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. x1 + x1 എത്രയാണ്? 3 ആണ്. പിയും എന്താവും? 3 ആവും. ഇനി 8 - 3 5 കിട്ടും. 5ഉം 5ഉം എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ഇവിടുത്തെ 5ഉം ഇവിടുത്തെ 5ഉം ക്യാൻസൽ ആയി പോവും. ദെൻ 3 3ഉം 6. ഇനി y കാണാനുള്ള ഇക്വേഷൻ അത് തന്നെയാണ്. y1 ഒക്കെ സെയിം ആണ്. പി മാത്രം ഒന്ന് മാറും. പി എന്താവും? 3 ആവും. അപ്പൊ 7 2 പോയാൽ 5 കിട്ടും. 5ഉം 5ഉം എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ദെൻ 3 + 2 5. അപ്പൊ ക്യൂയുടെ സൂചകസംഖ്യ എന്താണ്? 6, 5. ഓക്കെ, അപ്പൊ എന്താണ് റേഷ്യോ വെച്ചിട്ട് ഒരു പോയിന്റിന്റെ സൂചകസംഖ്യ കാണാൻ ഇക്വേഷൻ? എക്സ് കാണാന് x1 + p/w into x2 - x1. y കാണാനോ y1 + p/w into y2 - y1. ഓക്കെ.